Hi everyone, welcome to പാചകമുറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ കൊണ്ടുണ്ടാക്കാവുന്ന മധുരവും എരിവും പുളിയും ചേർന്ന ഒരു കറിയാണ്. ഇതിനായി ഒരു ചെനച്ച മാങ്ങയാണ് എടുക്കേണ്ടത്. അതായത് പഴുത്തിട്ടുമില്ല എന്നാൽ പച്ചയുമല്ല. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കണം. ഇതേ സമയം നമുക്ക് കുറച്ച് സാധനങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. 6 ചെറിയ ഉള്ളി ചെറുതായി ചതച്ചെടുക്കുക. കുറച്ച് ശർക്കര പൊടിച്ചെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. വേവിക്കാൻ വെച്ച മാങ്ങാ കഷ്ണങ്ങൾ ചെറുതായി ഉടച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ശർക്കരപ്പൊടി 2-3 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കാൻ വയ്ക്കുക. ഇതേ സമയം ഒരു ചെറിയ ചൂടായ പാനിൽ ഒരു നുള്ള് ഉലുവ, 2-3 വറ്റൽമുളക് എന്നിവ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഉലുവ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായി ചതച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ മാങ്ങാ കഷ്ണങ്ങൾ ആവശ്യത്തിന് വെന്തു വന്നിട്ടുണ്ട്. മാങ്ങാ കഷ്ണങ്ങൾ നന്നായി ഉടച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചതച്ച ചെറിയ ഉള്ളി, ഉലുവ, വറ്റൽമുളക് എന്നിവ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായി ചേർത്തിളക്കി ചെറുതീയിൽ ഒരു 2 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കുക. നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. ഒരു നുള്ള് കടുക്, അത് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കാവുന്നതാണ്. ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് ഇളക്കാവുന്നതാണ്. നമ്മുടെ കറി റെഡിയായിരിക്കുന്നു. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.